അല്ലാഹുവിനെയും ഹബീബായ പ്രവാചകനെയും പിൻപറ്റൽ കൊണ്ടല്ലാതെ ഒരാളുടെ ഹൃദയവും ശുദ്ധിയിലേക്ക് കടന്നു പോകില്ല. അപ്പോൾ അല്ലാഹുവിലേക്ക് നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല. റസൂൽ തങ്ങൾ മരണപ്പെട്ടു പോയി. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിന് പരിഹാരം അല്ലാഹു പറയുന്നു, ഉലുൽ അംരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ദീനുൽ ഇസ്ലാം പഠിച്ചതായ ആളുകളില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ദീനുൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതായ ആലിമീങ്ങളില്ലേ, പണ്ഡിതന്മാരില്ലേ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയാന്തരങ്ങളെ നിങ്ങൾ നന്നാക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഇമ്മത്തുകൾ എണ്ണിപ്പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. ഒന്നാമതായി അഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു ഹൃദയം ശുദ്ധിയാകാനുള്ള മാർഗങ്ങളിൽ ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ഫിൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയോടുകൂടി ഖുർആൻ ഓതാൻ ഞാൻ നിങ്ങൾക്കും മുന്നോട്ട് കടന്നു വരികയാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും തുഹരിയത്തും നൽകുമെന്ന് അഇമ്മത്തുകൾ പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഓതാൻ അറിയാത്തതായ ആളുകൾ, ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾ വിഷമിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, 4 കാര്യങ്ങളിലേക്ക് വെറുതെ നോക്കിയാലും നിങ്ങൾക്ക് പ്രതിഫലം അല്ലാഹു തരുന്നതാണ്. ഒരാൾ 4 കാര്യങ്ങളിലേക്ക് വെറുതെ നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കും. അതിൽ ഒന്നാമത്തത് നമ്മുടെയൊക്കെ ഉമ്മയുടെ മുഖം. നമ്മുടെ ഉമ്മയുടെ മുഖത്ത് നമ്മൾ വെറുതെ നോക്കിയിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ടാമതായി പരിശുദ്ധമാകുന്ന കഅബാലയത്തിലേക്ക് നമ്മൾ വെറുതെ നോക്കിയിരുന്നാലും അല്ലാഹു പ്രതിഫലം തരുന്നതാണ്. മൂന്നാമതായി പരിശുദ്ധമാകുന്ന ഖുർആൻ, അതിലേക്ക് ഒരു മനുഷ്യൻ വെറുതെ നോക്കിയിരുന്നാലും അല്ലാഹു അവന് പ്രതിഫലം കൊടുക്കുന്നു. നാലാമതായി പഠിപ്പിക്കുകയാണ് യൻദുറു ഇലൽ ആലിമി, യൻദുറു ഇലാ വജ്ഹിൽ ആലിമി, ഒരു ആലിമിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ ഫഹുവ ഇബാദത്തുൻ, അതും ഇബാദത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. അങ്ങനെ 4 കാര്യങ്ങളിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്നു. അപ്പോൾ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലല്ലോ, ഞാൻ വേണ്ട വിധത്തിൽ ഖുർആൻ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഷോക്കേഴ്സുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഖുർആനുകളുണ്ടല്ലോ, അതൊന്നെടുത്ത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഒന്ന് തുറന്നു നോക്കിയാൽ പൊതുവോടുകൂടി ഓരോ വരികളിലേക്കും നിങ്ങളുടെ നയനങ്ങളൊന്ന് പായിച്ചാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒന്നാമത് ഖിറാഅത്തുൽ ഖുർആനാണെങ്കിൽ രണ്ടാമതായി ഉമ്മത്തുകൾ പഠിപ്പിക്കുകയാണ് തജന്നുബു ഇഫ്റാത്തി ത്വആം, അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലൂടെ, ഒരുപാട് ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം കഠിനതയിലേക്ക് കടന്നു പോകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്രത്തോളം എന്നറിയുമോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ഭൗതികമാകുന്ന ലോകത്ത് വെച്ച് ഒരാൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ വയറ് നിറയെ അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ വിശപ്പ് അനുഭവിക്കുന്നവനായി അവൻ കടന്നു വരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആയിഷ ഉമ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി തങ്ങളുടെ വഫാത്തിന് ശേഷം, നബി തങ്ങളുടെ വിയോഗത്തിന് ശേഷം നബി തങ്ങളുടെ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം ഭക്ഷണത്തിന്റെ വിഷയത്തിലാകും. കഠിനമായ രോഗങ്ങൾ പിടിപെടും, അതുപോലെ തന്നെ ഓവർ തടി ഫീൽ ചെയ്യും, അവന്റെ മനസ്സ് കാഠിന്യതയിലേക്ക് വലിച്ചെറിയപ്പെടും. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഓവറായി ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മോശത്തരങ്ങളിൽ നിന്നും ശുദ്ധിയാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി അഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു ശുഗ്ലുൽ ഇബാദത്തി ഫിൽ ലൈല്, രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ പ്രകാശം നൽകുന്നതാണ്.
രാത്രിയിൽ എങ്ങനെയാ പ്രിയമുള്ളവരെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നത്? പല ആളുകളും പല ജോലി തിരക്കുകളുള്ള ആളുകളാകും. ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്നത് രാത്രിയാ. ഈ രാത്രി കൂടെ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്നുള്ള സംശയം നമുക്ക് വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയൊരു ഓഫർ ഉണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ആരെങ്കിലും ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ ഒരു രാത്രിയുടെ പകുതി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു അവന് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ സാധനം വാങ്ങാനൊക്കെ കടയിൽ പോകുന്ന ആളുകളുണ്ടാകും. മഗ്‌രിബിന് ശേഷം ഓരോ കടയുടെ തിണ്ണകളിൽ കടന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്നവരുണ്ടാകും. പരിശുദ്ധമാകുന്ന പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോൾ ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി ഒന്ന് നിങ്ങൾ ഇവിടെ പങ്കെടുക്കുകയാണെങ്കിൽ രാത്രി പകുതി മുഴുവനും പകുതിയിലുള്ള ആ സമയം അതാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നിന്ന് നിസ്കരിച്ചതായ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി അതിലും വലിയൊരു ഓഫർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ രാത്രിയിലുള്ള ഇബാദത്തിൻ്റെതായ ആ ഒരു പ്രതിഫലം ഇശായിലൂടെയും സുബഹിയിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. അല്ലാഹു പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഹൃദയം പ്രകാശിക്കാനുള്ള ശുദ്ധീകരിക്കാനുള്ള മറ്റൊരു മാർഗമായ ഉമ്മത്തുകൾ പഠിപ്പിക്കുന്നു തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് മനസ്സിനെ കസ്വത്താക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ലാ തആബനു മഅൽ അഖിത്താ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരുടെയും മോശത്തരങ്ങൾ നമുക്ക് പറയേണ്ടതില്ല. ആരുടെയും കുറ്റങ്ങളും കുറവുകളും നമുക്ക് എടുത്തു കാണിക്കേണ്ടതില്ല. കാരണം അല്ലാഹു ആ പണി നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ആരുടെയും ന്യൂനതകൾ എടുത്തു പറയാനുള്ളതായ സമ്മതം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. കാരണം എന്തെന്നറിയുമോ? നമ്മളെല്ലാം തികഞ്ഞ ആളുകളാണോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ എത്രത്തോളം തെറ്റുകളുടെ കൂമ്പാരങ്ങളാണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നമ്മളാണോ മറ്റൊരുത്തൻ തെറ്റ് ചെയ്യുമ്പോൾ, മറ്റൊരുത്തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിഴവുകളോ ന്യൂനതകളോ കടന്നു വരുമ്പോൾ അതിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പർവ്വതീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ടതായ രണ്ട് വരികളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ പല ആളുകളും നമ്മളെ സ്തുതികീർത്തനങ്ങൾ പറയുന്ന സുഹൃത്തുക്കളുണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും അത് സൂപ്പറാടാ, അത് പൊളിയാടാ, അതാടാ ഇതാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങ് ഏറിൽ കേൾക്കുന്ന നമ്മുടെ കൂട്ടുകാരന്മാരുണ്ടാവും. ഒരിക്കലും അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് വേണ്ട. ചില കൂട്ടുകാരന്മാരുണ്ടാകും നമ്മൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ന്യൂനതകൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന കൂട്ടുകാരന്മാരെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മുടെ ന്യൂനതകൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന കൂട്ടുകാരന്മാർ നമുക്കുണ്ടെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം അവരെ കാരണമാണ് നമ്മൾ ഉയരാൻ പോകുന്നത്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഏത് പ്രശ്നങ്ങളാണെങ്കിലും ഏത് കുറവുകളാണെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പറയണം എന്ന് പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുമായി ഒരു യാത്ര പോയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ സൽമാൻ ഫാരിസ് തങ്ങളോട് ചോദിച്ചു, സൽമാനെ, ഈ യാത്രയിൽ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും കുറ്റങ്ങൾ എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആദ്യം ഒന്ന് പറയാൻ മടിച്ചു ചോദിച്ചതാരാ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമതും ചോദിച്ചപ്പോൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞു, ഉമർ തങ്ങളെ, രണ്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ യാത്രയിടയിൽ എനിക്ക് കാണാൻ സാധ്യമായി എന്ന് പ്രശ്നങ്ങൾ മുഖത്തു നോക്കി എടുത്തു പറഞ്ഞു കൊടുത്ത സഹാബത്തിന്റെ മാർഗ രേഖയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും സ്വീകരിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള അപാരമാകുന്ന തൗഫീഖ് നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഹൃദയം ശുദ്ധിയാകാനുള്ള മറ്റൊരു മാർഗമാണ് അക്കുലു ബിമാലിൻ ഹലാൽ. ഹലാലായ ഭക്ഷണം മാത്രമേ എന്റെയും നിങ്ങളുടെയും തൊള്ളയിൽ നിന്നും താക്കോട്ടിറങ്ങാൻ പാടുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഉറപ്പിച്ചോ, നമ്മുടെ ഹൃദയം പ്രകാശത്തിന്റെ ഹൃദയമായി മാറുമെന്ന ഇമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ എല്ലാ
അമലുകളും ഉഖറവിയായ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ മദ്രസകളെല്ലാം അടയ്ക്കുകയാണ്, പരീക്ഷയിലേക്ക് കടന്നു പോവുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മാത്രം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങള്, പരിശുദ്ധമാകുന്ന ഖുർആനുകള്, അവർ ഓതുന്നതായ ഏടുകള്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന വിചാരത്തോടുകൂടി ആക്രിക്കടയിലേക്കും മറ്റുള്ളതായ അവശിഷ്ടങ്ങളിലേക്കും ഒരു കാരണവശാലും ഞാനും നിങ്ങളും വലിച്ചെറിയാൻ പാടില്ല. കഴിഞ്ഞതായ വാർത്തകളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിൽ തന്നെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് പടക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധമാകുന്ന ഖുർആന്റെ താളുകൾ അവിടുന്ന് തിരഞ്ഞെടുക്കേണ്ടതായ സാഹചര്യം. കാരണം ആക്രിക്കടയിൽ പോയി പരിശോധിച്ചപ്പോൾ കെട്ടുകണക്കിന് വരുന്ന ഖുർആനുകൾ ആ കടയിൽ ഇരിക്കുന്നതായ സാഹചര്യം. അവർ കൊണ്ടുപോയി അത് പടക്കമുണ്ടാക്കുന്നു, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. ഇതിന് കാരണക്കാരാവാൻ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങൾ നിന്ന് കൊടുത്തുകൂടാ. പിന്നെന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ ഒരുപാട് പഴക്കം ചെന്ന അല്ലെങ്കിൽ ചിതധരിച്ചു പോയതായ ഖുർആനുകളുണ്ട്. എന്ത് ചെയ്യും? പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള ഖുർആനുകൾ, അങ്ങനെയുള്ളതായ അറബി ഏടുകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, അതിന്റെ ചാമ്പല് പറന്നു പോകാത്ത രൂപത്തിൽ അത് കത്തിക്കണം. എന്നിട്ട് നല്ല ശുദ്ധിയുള്ളതായ മണ്ണിൽ, ശുദ്ധിയുള്ളതായ സ്ഥലങ്ങളിൽ കുഴിച്ചിടാം. അതും അല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. ഇങ്ങനെ രണ്ട് മാർഗങ്ങൾ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരുകയാണ്.